തലേദിവസം രാത്രി പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് ജോലിക്കായി പോയി. തൊട്ടടുത്ത ദിവസം തിരികെ വീട്ടിലെത്തിയത് ആ ചെറുപ്പക്കാരന്റെ ജീവനറ്റ ശരീരം. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും പാതി വഴിയിൽ പൊലിഞ്ഞു. ഒപ്പം ഒരു വീടിന്റെ കാത്തിരിപ്പും. ഐവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ആ അമ്മയുടെ നിലവിളി കേട്ട് കണ്ടു നിന്നവർക്കും കണ്ണീരടക്കാനായില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഭക്ഷണ വിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് CASF ഉദ്യോഗസ്ഥരുടെ പകയിൽ ജീവൻ നഷ്ടമായ 24-കാരനായ ഐവിൻ ജിജോ. നിസ്സാരമായി തീരേണ്ടിയിരുന്ന പ്രശ്നം വാശിയായി മാറിയപ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് പൊലിഞ്ഞത്. സുരക്ഷ നൽകേണ്ട സേനാംഗങ്ങൾ തന്നെ ജീവനെടുത്തുവെന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് കുടുംബം. കൊല്ലണ്ടായിരുന്നു, ഞങ്ങൾ ഒരു കേസിനും പോകില്ലായിരുന്നു. ഞങ്ങൾ എൻ്റെ കൊച്ചിനെ നോക്കിക്കൊണ്ടോനെ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ അവൻ്റെ ബർത്ത്ഡേ ആണ്, ഒക്ടോബർ 19 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മകനെ ഇവർക്ക് തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടാണോ? തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് ഐവിന്റെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. ബൈക്കിൽ പോയാൽ തെരുവുനായ ശല്യം മറ്റും മൂലമുണ്ടാകുന്ന അപകടം ഭയന്ന് മകന് പോറൽ പോലും ഏൽക്കാതിരിക്കാൻ കുടുംബം അവന് കാറ് വാങ്ങിക്കൊടുത്തു. ആ കാറിലെ യാത്രക്കിടെ ഐവിൻ CASF ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ വാടി വീണു. എൻ്റെ കൊച്ചു പോണത് വരെ കാരണം ബൈക്കുണ്ട്, ബൈക്ക് കൊടുത്ത് വിടാത്തത് ഇത് കാരണം. മറ്റേ വണ്ടി എന്ന് വെച്ച് പട്ടി എങ്ങാനും വട്ടം ചാടിയിട്ട് രാത്രിയിലാണ് പോക്ക് വരും. അപ്പോൾ പറ്റില്ലെന്ന് വെച്ച് അതുകൊണ്ടാണ് കാറ് കൊടുത്തു വിടുന്നത്. എന്നിട്ട് പോലും എൻ്റെ കൊച്ചിനെ അത്ര ഇവർ കൊന്ന് തള്ളാൻ പാകത്തിന് എൻ്റെ കൊച്ചു ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. ഐവിന്റെ മാതാപിതാക്കൾ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്തു വരികയാണ്. ഐവിന്റെ മൃതദേഹം ആദ്യം എത്തിച്ചത് അച്ഛൻ ജിജോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ. യൂണിഫോം ധരിച്ചവർ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ഒരു ജീവൻ എടുത്തുവെന്ന് എങ്ങനെ പറയും? ആ അച്ഛന്റെ വാക്കുകൾ ആരെയും പൊള്ളിക്കും. നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യം വിശ്വസിച്ച് അവരുടെ കയ്യിൽ ലഭിച്ച ആൾക്കാരാണ്. അവരാണ് ഇത്രയും ക്രൂരമായ പണി ചെയ്തത്. നാളെ ഉച്ചയ്ക്ക് 2:30 ശേഷം ഐവിന്റെ മൃതദേഹം സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ സംസ്കരിക്കും. ഐവിന് ഒരു സഹോദരിയാണുള്ളത്. എല്ലാ മോഹങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷകളും ബാക്കിയാക്കി 24-കാരൻ മടങ്ങുമ്പോൾ ഇവരുടെ മുന്നിൽ ശൂന്യതയാണ്. ആ പിതാവ് പറയും പോലെ ഇനിയൊരു ജീവൻ കൂടി നിരത്തിൽ പൊലിയാതിരിക്കട്ടെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.